ഹായ് വെൽക്കം ടു റാൻഡം റിയാക്ഷൻസ്. ക്രിസ്മസ് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നാ കാണുന്നതെന്ന് തോന്നുന്നുട്ടാ. അപ്പം ഹാപ്പി ക്രിസ്മസ് എല്ലാവർക്കും. അപ്പോൾ ഞാൻ ഇന്നൊരു ക്രിസ്മസ് എപ്പിസോഡ് തന്നെയാണ് സംസാരിക്കാൻ വേണ്ടി പോകുന്ന ഒരാളുടെ ക്രിസ്മസ് സെലിബ്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഞാൻ ആക്ച്വലി ഒരു നെഗറ്റീവും കൂടി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അതെനിക്ക് ഇന്നലെ ചെയ്യാൻ വിചാരിച്ചത് കുട്ടികളുടെ ആ ഒരു ഇതുകൊണ്ട് അങ്ങനെ നടന്നില്ല. ഇനിയിപ്പോൾ എന്തായാലും വെക്കേഷൻ കഴിയുന്നവരെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും സംഭവം എന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും ആ സംഭവം നമുക്ക് വേറൊരു വീഡിയോയിൽ ചെയ്യാം. ഇന്നിപ്പോൾ പോസിറ്റീവ് ആയിക്കോട്ടെ, നെഗറ്റീവ് നമുക്ക് പിന്നെ പറയാമല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ലക്ഷ്മി നക്ഷത്രയുടെ കാര്യം തന്നെയാണ്. ആളുടെ വ്ളോഗ് നിങ്ങളെ പോലെ തന്നെ ഞാനും കാണാറുണ്ട്. എന്താ പറയുക, ഭയങ്കര ഒരു വെറൈറ്റിയിൽ അത് പ്രസൻറ്റ് ചെയ്യുന്നത് കാണാൻ തന്നെ ഒരു സുഖമാണ്. കൺട്രിക്കും ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോയിക്കൊണ്ടേയിരിക്കും അല്ലേ. നല്ലൊരു സ്റ്റോറിയൊക്കെ കാണുന്ന പോലെ നല്ല എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ ഒരു വ്ളോഗാണ് ലക്ഷ്മി നക്ഷത്രയുടെ. അപ്പം പുള്ളിക്കാരിയുടെ ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ സുധിച്ചേട്ടൻ്റെ വീട്ടിലേക്ക് പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരിയുടെ ക്രിസ്മസ് സെലിബ്രേഷൻ, ഇത്തവണത്തെ ക്രിസ്മസ് സെലിബ്രേഷൻ സുധിച്ചേട്ടൻ്റെ ഫാമിലിയുടെ കൂടെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിഷമം തോന്നി എന്നുള്ളത്. സുധിച്ചേട്ടൻ നമ്മുടെ സ്വന്തം കൊല്ലം സുധി എന്ന് പറയുന്ന മിമിക്രി ആർട്ടിസ്റ്റ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു മരണം എന്നൊക്കെ പറയുന്നത് പെട്ടെന്ന് കേട്ടപ്പം എല്ലാവർക്കും ഒരു ഷോക്കിംഗ് ആയിരുന്നല്ലേ. അവരുടെ ആ ഒരു ഫാമിലിയും ഒക്കെ എപ്പോഴും ഒരു വിഷമം, വേദനയായിരുന്നു. ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മരണപ്പെട്ട സമയത്ത് ലക്ഷ്മി നക്ഷത്ര ചെയ്ത ഒരു വ്ളോഗ് ഉണ്ടായിരുന്നു. അതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് കോൺട്രവേഴ്സി, ആള് അഭിനയിക്കുകയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ അന്നേരം ഉണ്ടായിരുന്നു അല്ലേ. എന്തൊക്കെ തന്നെ ഇപ്പം 5-6 മാസം കഴിഞ്ഞു ആള് മരണപ്പെട്ടിട്ട് ഇപ്പോൾ ഒരു ക്രിസ്മസ് എന്ന് പറയുന്ന ഒരു സെലിബ്രേഷൻ മോഡിൽ അദ്ദേഹത്തിൻ്റെ ഫാമിലിയെ ഓർമ്മിക്കുക, അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഒരു വലിയ മനസ്സ് തന്നെയാണ് അല്ലേ. അത് എല്ലാവർക്കും തന്നെ സാധിക്കുന്ന ഒരു കാര്യമില്ല. ഈ സമയത്ത് തന്നെ ഒരുപാട് പേര് ആശ്വസിപ്പിക്കാനും അല്ലാതെയും ഒത്തിരി പേര് അവരെ സഹായിക്കാനും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം ചെയ്യണമെന്ന് എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യമായിരിക്കില്ലല്ലോ അല്ലെ. കുട്ടികളെയൊക്കെ ഓർമ്മിക്കുക, ഒരു നമ്മളെ എല്ലാം വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞ ഒരു സെലിബ്രേഷൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ആദ്യം കുഞ്ഞു കുട്ടികളായിരിക്കല്ലേ ഓർമ്മിക്കുക. അവർക്കാണല്ലോ കൂടുതൽ. നമ്മൾക്ക് എന്താ പറയുക, നമുക്കൊരു സെലിബ്രേഷൻ എന്നൊക്കെ പറയുന്നത് അത്രയധികം ഇമ്പോർട്ടൻസ് ചിലപ്പോൾ ഉണ്ടാവില്ലായിരിക്കും. ചിലവരൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടാവും, പക്ഷെ എന്നാലും ഒരു ഫാമിലിയിൽ ഒരു കുട്ടിയൊക്കെയാണ് ഒരു സെലിബ്രേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കൂടെ എൻജോയ് ചെയ്യുന്നത് അവരാണല്ലേ. അപ്പോൾ അവരെയൊക്കെ ഓർമ്മിച്ച് അവർക്ക് വേണ്ടി ഓരോ സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ട് കൊടുക്കുക എന്നൊക്കെ പറയുന്നത് അതെല്ലാം ഒരു വലിയ മനസ്സ് തന്നെ വേണമെങ്കിൽ പറയാം. അത്രയും അവർ തമ്മിലുള്ള ആ ഒരു സ്നേഹവും അടുപ്പവുമാണ് കാണിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അവരുടെ ആ വീഡിയോയുടെ കുറച്ച് പോർഷൻസ് ഞാനിവിടെ കാണിക്കാം കേട്ടോ, ഒന്ന് കണ്ടു നോക്കിക്കോ. അപ്പോൾ സുചേട്ടൻ ക്രിസ്മസ് ഒക്കെ എന്ന് പറഞ്ഞാൽ രേണുവിനെ ആണെങ്കിലും കിച്ചുവിനെ ആണെങ്കിലും ഋതപ്പനെ ആണെങ്കിലും അത്രയും അവർ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്തവണ സുചേട്ടൻ ഇല്ലാത്തൊരു കുറവ് വലിയൊരു കുറവ് തന്നെയാണ്. പക്ഷേ എന്നാൽ കഴിയുന്ന രീതിയിൽ നമ്മൾ ഇത്തവണ അവരുടെ അടുത്തേക്ക് പോവുകയാണ്. കുറച്ച് ഹാപ്പിനെസ് സ്പ്രെഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് വലിയൊരു ഭാഗ്യമല്ലേ. അപ്പോൾ എന്തായാലും ക്രിസ്മസിനോടനുബന്ധിച്ചിട്ട് നമ്മളിത് സുചേട്ടൻ്റെ വീട്ടിലേക്ക് പോവാണ്. രേണുവിനെയും അതുപോലെ തന്നെ ഋതപ്പനെയും കിച്ചുവിനെയും ഒക്കെ കാണാനായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ രേണു സുചേട്ടൻ്റെ വൈഫ് കുഞ്ഞാണല്ലേ, അപ്പോൾ മീഡിയം സൈസ് മതി. അപ്പോൾ മീഡിയത്തിലുള്ളത് എന്തൊക്കെയാണെന്നും ഞാൻ ഓടി നോക്കട്ടെ, എന്നിട്ട് എടുക്കാം. ശരിക്കും നമ്മളിതൊക്കെ മേടിക്കുമ്പോഴല്ലോ ഏറ്റവും അധികം ഹാപ്പി ആവാൻ പോണേ സുചേട്ടനായിരിക്കും കേട്ടോ. കാരണം സുചേട്ടൻ എപ്പോഴും സുചേട്ടൻ ഒന്നും ഇല്ലെങ്കിലും എല്ലാം രേണുവിന് വേണം, മക്കൾക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ സുചേട്ടൻ അവിടെ നിന്ന് സന്തോഷിക്കുന്നുണ്ടായിരിക്കുന്നു വിചാരിക്കാം. എന്തായാലും നമുക്കപ്പോൾ പർച്ചേസ് ചെയ്യാം. കണ്ടില്ലേ, ഇത് എന്താ പറയാ, നമ്മുടെ ഫാമിലിയിലുള്ള ഒരാൾക്ക് നമ്മൾ എന്തെങ്കിലും ഇഷ്ടത്തോടെ വാങ്ങിച്ചു കൊടുക്കുന്ന ആ ഒരു സെയിം ഇതിലാണ് അവർ ഓരോ സാധനവും സെലക്ട് ചെയ്ത് വാങ്ങിക്കുന്നത്. ആ ഒരു ഇഷ്ടവും സ്നേഹവും ആ ഒരു കരുതലും ആ ഓരോ ഇതിലും നമുക്കും ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ. അവരുടെ ആ ഒരു വർത്തമാനത്തിലും ഓരോ സാധനങ്ങൾ സെലക്ട് ചെയ്യുമ്പോഴും നമുക്കും ആ ഒരു ഫീല് വരുന്നുണ്ട്. അവർ ആ വീട്ടിൽ പോയിട്ട് ആ വീഡിയോയുടെ കുറച്ച് പോർഷൻസ് വെച്ചിട്ടില്ല, അതിൻ്റെ നെക്സ്റ്റ് പാർട്ട് വരാനുണ്ട് അത്ര. പക്ഷേ സ്റ്റിൽ അത് കാണാൻ എനിക്ക് പറ്റുമെന്ന് തോന്നില്ല. കാരണം ഇത് തന്നെ കണ്ടിട്ട് എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി എന്നുള്ളതാണ്. അത് കണ്ടിരിക്കാൻ നമ്മൾ ചില വീഡിയോസൊക്കെ കാണുമ്പോൾ നമ്മൾ അറിയാതെ മനസ്സ് നിറയാന്നൊക്കെ പറയുന്നൊരു സംഭവമില്ലേ, അത് തന്നെ. എല്ലാവർക്കും ഒന്നും ഇതൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. എന്തായാലും കൂടെ ഒരു സഹപ്രവർത്തകരെ അല്ലെങ്കിൽ ഒരു കൂടെ വർക്ക് ചെയ്ത ഒരാളെ സ്വന്തം സഹോദരനെ പോലെ സ്നേഹിച്ച് അവരുടെ ഫാമിലിക്കൊക്കെ വേണ്ടിയിട്ട്, ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെലിബ്രിറ്റീസ് ആണല്ലേ, അവരുടെ ഒരു ലൈഫിൽ ഒരു ദിവസമൊക്കെ മാറ്റി വെച്ച് അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയല്ലേ. എല്ലാവർക്കും അങ്ങനെയൊന്നും ചെയ്യാനുള്ളൊരു മനസ്സുണ്ടാവണം എന്നില്ല. ഇവർ കഴിഞ്ഞ തവണത്തെ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്തതും അവരുടെ ഒരു ഫോളോവറിൻ്റെ ഒരു കുഞ്ഞുകുട്ടിയുടെ കൂടെയാണ്. ആ ഒരു വീഡിയോയും ഒക്കെ കണ്ടപ്പം ആ ഒരു സ്നേഹവും അലിവും എന്നൊക്കെ പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതൊക്കെ ചിലർക്ക് മാത്രം കിട്ടുന്ന ഒരു കാര്യമാണ്. എല്ലാ കാശും പണമൊക്കെ എല്ലാവർക്കും ഉണ്ടാവുമല്ലേ. അത് നമ്മൾക്ക് ഒരാൾക്ക് കൊടുക്കാനുള്ളൊരു മനസ്സ് എന്ന് പറയുന്നത് ഒരു വലിയ സംഭവം തന്നെയാണ്. നമ്മുടെ
സന്തോഷങ്ങൾ വേറൊരാളായിട്ട് ഷെയർ ചെയ്യുമ്പോഴാണ് നമ്മൾ എന്താ പറയുക നമ്മുടെ മനസ്സിനൊരു തൃപ്തി വരുന്നത് എന്നുള്ളതാണ്. അങ്ങനെയൊക്കെ ഷെയർ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരെ കണ്ടു കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ. അങ്ങനെയൊക്കെ ഒരു നല്ല മനസ്സിനുടമയായി ലക്ഷ്മി നക്ഷത്രക്ക് എന്തായാലും ഒരു ഹാറ്റ്സ് ഓഫ്. ഇനിയും ഒരുപാട് പേരെ ഇങ്ങനെ സഹായിക്കാൻ വേണ്ടി പറ്റട്ടെ. എന്നും നന്മകൾ മാത്രമേ ഉണ്ടാവട്ടെ അല്ലേ. അത്രേ ഈ വിഷയത്തിൽ എനിക്ക് പറയാൻ. ഇത് കണ്ടപ്പോൾ ഒന്നും സംസാരിക്കാതിരിക്കാൻ തോന്നിയില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാനിത് എടുത്ത് സംസാരിച്ചത്. ഇവരുടെ നല്ല മനസ്സിന് എന്നും നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.